വിരിയൂ പ്രഭാതമേ, തെളിയൂ പ്രകാശമേ, യേശുവേ മിശിഹായേ, ദിവ്യമാം വെളിച്ചമേ. വിരിയൂ പ്രഭാതമേ, തെളിയൂ പ്രകാശമേ, യേശുവേ മിശിഹായേ, ദിവ്യമാം വെളിച്ചമേ. പാപമാമിരുൾ മാറ്റാൻ പുണ്യദീപമായി വരൂ. പാപമാമിരുൾ മാറ്റാൻ പുണ്യദീപമായി വരൂ. മാവക മനസ്സിലെ കോവിലിനകത്താരിൽ, മാമക മനസ്സിലെ കോവിലിനകത്താരിൽ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും പിതാവായ ദൈവത്തിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും അനുഗ്രഹവും സമാധാനവും നിങ്ങളോടുകൂടെ ആത്മാവോടും കൂടെ. നമുക്കായി ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ ചുമലിലായിരിക്കും. അവൻ വിസ്മയനീയമായ ഉപദേശത്തിൻ്റെ ദൂതൻ എന്ന പേരിൽ വിളിക്കപ്പെടും. ഹല്ലേലൂയ. ഈ ദ്വീപിൽ പ്രത്യേകമായി മേരി വത്സല, സോഫിയ സാംസൺ ഇവരുടെ കൃതജ്ഞത പ്രത്യേകമായി ഈ വർഷത്തെ സമർപ്പിക്കുന്നു. അതോടൊപ്പം പി എ ജോസഫ് പണിക്കപ്പിറ്റൽ, ഫിലിപ്പ് പൗളി ഫിലിപ്പ് പനക്കൽ, ടി എ ആൻ്റണി തുണ്ടിപ്പറമ്പിൽ, ലീന ഇവരുടെ ആത്മശാന്തിക്കായിട്ട് കൂടി പ്രത്യേകം നമ്മൾ നിയോഗം വെക്കുകയാണ്. നമ്മൾ ഒരു വർഷത്തിൻ്റെ അവസാനത്തെ ദിവസം പ്രവേശിച്ചിരിക്കുന്നു. 2020 ജനുവരി മുതലാണ് കോവിഡ് ചൈനയിൽ വന്നത്. നമ്മളെ മാർച്ച് മാസം മുതലാണ് കോവിഡ് ഇന്ത്യയിലും കേരളത്തിലുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 2020 വളരെ വിഷമത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും വേർപാടിൻ്റെയും ജോലി സ്തംഭനത്തിൻ്റെയും പഠനം നിന്നുപോയതിൻ്റെയും ഒക്കെ ദിവസങ്ങളായിരുന്നു എന്നുള്ളതാണ്. നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത, നേരിട്ട് സംസാരിക്കാൻ പറ്റാത്ത ആഘോഷങ്ങളൊക്കെ നമ്മൾ നിർത്തിവെച്ചു. സംസർഗമെല്ലാം കുറഞ്ഞു. നമുക്ക് പുറത്ത് കടകളിലോ മറ്റെന്തെങ്കിലും ഷോപ്പിങ്ങിനോ ഒക്കെ നമുക്ക് പോകാൻ പറ്റാത്ത തടസ്സങ്ങളാണ്. അപ്പോൾ പ്രകൃതിയിൽ നിന്ന് തന്നെയാണ് ഈ രോഗം വന്നിരിക്കുക. മാലിന്യങ്ങൾ ഒത്തിരി കൂടുന്നു എന്നുള്ളതാണ്. പുകയെല്ലാം അന്തരീക്ഷത്തിലേക്ക് പോകുന്നു. അപ്പോൾ ഇതിൻ്റെ ഉത്തരവാദിക മനുഷ്യൻ തന്നെയാണ്. അപ്പോൾ ദൈവം ക്ഷമിക്കും, മനുഷ്യൻ ക്ഷമിക്കും, പ്രകൃതി ഒരിക്കലും ക്ഷമിക്കുകയില്ല. ദൈവം ക്ഷമിക്കും, മനുഷ്യൻ ക്ഷമിക്കും, പ്രകൃതി ക്ഷമിക്കുകയില്ല. അപ്പോൾ പ്രകൃതിക്ഷോഭങ്ങളൊക്കെ കൂടുന്നു എന്നുള്ളതാണ്. മാരകമായിട്ടുള്ള വിപത്തുകളൊക്കെ ഇപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ടാകുന്നു. മനുഷ്യൻ വലിയ ബോംബുകളൊക്കെ നിർമ്മിച്ച് ശത്രുരാജ്യങ്ങളുടെ നേരെ മിസൈലിൻ്റെ കുന്തമനയെല്ലാം ഇന്ത്യ പാകിസ്ഥാനിലേക്കും പാകിസ്ഥാൻ ഇന്ത്യയിലേക്കുമൊക്കെ അണുബോംബ് നിറച്ചു വച്ചിരിക്കുകയാണ്. അപ്പം ശത്രുത കൂടി, മനുഷ്യൻ്റെ വിശ്വസ്തത കുറഞ്ഞു, വിശ്വാസം നഷ്ടപ്പെട്ടു. അപ്പം അങ്ങനെ ഒത്തിരി ഉൾപാപങ്ങളൊക്കെ മനുഷ്യനിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. വിശ്വസ്തതയും സ്നേഹവും ഒക്കെ എല്ലാം കുറഞ്ഞുപോയി. അപ്പം പ്രകൃതി ദൈവസാന്നിധ്യമാണ്. പ്രകൃതിയെ നമ്മൾ ദ്രോഹിക്കുമ്പോഴാണ്
നമ്മളൊത്തിരി മരങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ ഈ മരങ്ങൾ വെട്ടിക്കളയുന്നത് എനിക്ക് പണ്ട് മുതലേ വിഷമമുള്ള കാര്യം. ഇപ്പം ഞാൻ ഏത് പള്ളിയിൽ പോയാലും കുറേ മരങ്ങളൊക്കെ ഇങ്ങനെ വെച്ച് പിടിപ്പിക്കും. പിന്നീട് വന്ന അച്ഛന്മാരത് വെട്ടിക്കളയുന്നതാണ്. ഇനി ഇപ്പം മരം വെട്ടുന്നവരുമുണ്ട്, മരം വെച്ച് പിടിപ്പിക്കുന്നവരും ഉണ്ട് എന്നുള്ളതാണ്. വെട്ടുന്നവരെ കൂടുതൽ, നശിപ്പിക്കുന്നവരെ കൂടുതലുള്ളത്. അപ്പം അത് ലോകത്തുള്ളതാണ്. അപ്പം നമ്മൾ വെട്ടുകാരാകാതെ വിളയിപ്പിക്കുന്നവരും നടുന്നവരുമായി മാറുക. വെട്ടാൻ എളുപ്പമാണ്, പക്ഷേ നടാനും വളർത്താനും പരിപാലിക്കുവാനുമൊക്കെയാണ് താമസമുള്ളത്. വെട്ടിക്കളയാൻ എളുപ്പം, ഒരു കൂമ്പ് കിള്ളിക്കളയാൻ എളുപ്പമാണ്. വളർത്താനും വാത്സല്യം കൊടുക്കാനും സ്നേഹിക്കാനും വെള്ളമൊഴിച്ചു കൊടുക്കാനുമൊക്കെയാണ് കരുതൽ കൊടുക്കുന്നത്. അപ്പോൾ ജീവിതത്തിൽ നമ്മൾ കരുതലുള്ളവരും വളർത്തുന്നവരും സ്നേഹം കൊടുക്കുന്നവരും ഒക്കെ ആയി മാറുക എന്നുള്ളതാണ്. മുറിച്ചു കളയുന്നവരോ ഒറ്റടിക്ക് എല്ലാം നശിപ്പിക്കുന്നവരോ കർശനമായ വിമർശനങ്ങൾ കൊടുക്കുന്നവരോ ഒന്നുമാകാതെ സ്നേഹമുള്ളവരും വാത്സല്യമുള്ളവരും മറ്റുള്ളവരെ വളർത്തുന്നവരുമായി മാറുവാൻ നമുക്ക് അടുത്ത വർഷം തീരുമാനമെടുക്കാം. തമ്പുരാന് നമുക്ക് ഈ 2020 എല്ലാ നല്ല ഗുണങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. അപ്പോൾ നാളെ എന്ത് സംഭവിക്കും നമുക്കറിയില്ല, എങ്കിലും തമ്പുരാനിൽ നമ്മൾ പ്രതീക്ഷ അർപ്പിക്കുകയാണ്. അപ്പോൾ മനുഷ്യനിൽ പ്രതീക്ഷ അർപ്പിക്കരുത് എന്ന് സങ്കീർത്തകൻ പറയുന്നു. അപ്പോൾ ദൈവത്തിൽ നമുക്ക് പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ഈ വർഷം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നന്ദി പറഞ്ഞ് കർത്താവിന് സ്തുതിയും ആരാധനയും സമർപ്പിക്കാം. ഈ ദിവരകൃഷ്യം ഒരുക്കത്തോടുകൂടി കൊണ്ടാടുവാൻ നമ്മുടെ പാപങ്ങളോർത്ത് മനസ്സുവെച്ചിട്ട് പറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരികളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കനിയണമേ, കനിയണമേ. കർത്താവേ കനിയണമേ, കനിയണമേ, കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, കനിയണമേ, കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനവും. കർത്താവായ ദൈവമേ, സ്വർഗീയ രാജാവേ, സർവശക്തനായ ദൈവപിതാവേ, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ വാഴ്ത്തുന്നു, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങയെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. അങ്ങേ മഹാമഹിമയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. യേശുക്രിസ്തുവേ, ജാതനായ ഏകപുത്രനായ കർത്താവേ, കർത്താവായ ദൈവമേ, ദൈവത്തിന്റെ കുഞ്ഞാടേ, പിതാവിന്റെ പുത്ര, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന അങ്ങ് ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്ന അങ്ങ് ഞങ്ങളിൽ കനിയണമേ. എന്തെന്നാൽ അങ്ങ് മാത്രം പരിശുദ്ധൻ, അങ്ങ് മാത്രം കർത്താവ്, അങ്ങ് മാത്രം അത്യുന്നതൻ. യേശുക്രിസ്തുവേ, പരിശുദ്ധാത്മാവോടുകൂടെ പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിൽ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങേ പുത്രന്റെ തിരുപ്പിറവിയിൽ സർവ മതവിശ്വാസങ്ങളുടെയും ആരംഭവും പൂർത്തീകരണവും അങ്ങ് സംസ്ഥാപിതമാക്കിയല്ലോ. മാനവരക്ഷ മുഴുവൻ്റെയും
പാരമ്യം ഉൾക്കൊള്ളുന്ന അവിടുത്തെ ഗണത്തിൽ ഞങ്ങളും എണ്ണപ്പെടാൻ ഇടയാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിരുളണമേ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്: കുഞ്ഞുങ്ങളെ, ഇത് അവസാന മണിക്കൂറാണ്. അന്തിക്രിസ്തു വരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ തന്നെ അനേകം വ്യാജ ക്രിസ്തുമാർ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഇത് അവസാന മണിക്കൂറാണെന്ന് അതിൽ നിന്ന് നമുക്കറിയാം. അവർ നമ്മുടെ കൂട്ടത്തിൽ നിന്നാണ് പുറത്തുപോയത്. അവർ നമുക്കുള്ളവരായിരുന്നില്ല. നമുക്കുള്ളവരായിരുന്നുവെങ്കിൽ നമ്മോടുകൂടി നിൽക്കുമായിരുന്നു. എന്തെന്നാൽ അവരാരും നമുക്കുള്ളവരല്ലെന്ന് ഇങ്ങനെ തെളിഞ്ഞിരിക്കുന്നു. പരിശുദ്ധനായവൻ നിങ്ങളെ അഭിഷേകം ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങൾ സത്യം അറിയായിക കൊണ്ടല്ല ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്, നിങ്ങൾ സത്യം അറിയുന്നത് കൊണ്ടും വ്യാജമായതൊന്നും സത്യത്തിൽ നിന്നല്ലാത്തതുകൊണ്ടുമാണ്. കർത്താവിൻ്റെ വചനം. ആകാശം ആഹ്ലാദിക്കട്ടെ, ഭൂമി ആനന്ദിക്കട്ടെ. ആകാശം ആഹ്ലാദിക്കട്ടെ, ആകാശം ആഹ്ലാദിക്കട്ടെ, ഭൂമി ആനന്ദിക്കട്ടെ. ഭൂമി ആനന്ദിക്കട്ടെ. കർത്താവിന് ഒരു പുതിയ കീർത്തനം ആലപിക്കുവിൻ. ഭൂമി മുഴുവൻ കർത്താവിനെ പാടി സ്തുതിക്കട്ടെ. കർത്താവിനെ പാടിപ്പുകഴുതുവിൻ, അവിടുത്തെ നാമം വാഴ്ത്തുവിൻ, അവിടുത്തെ രക്ഷയെ പ്രതിദിനം പ്രകീർത്തിക്കുവിൻ. ആകാശം ആഹ്ലാദിക്കട്ടെ, ആകാശം ആഹ്ലാദിക്കട്ടെ, ഭൂമി ആനന്ദിക്കട്ടെ. ഭൂമി ആനന്ദിക്കട്ടെ. ആകാശം ആഹ്ലാദിക്കട്ടെ, ഭൂമി ആനന്ദിക്കട്ടെ. സമുദ്രവും അതിലുള്ളവയും ആർപ്പ് വിളിക്കട്ടെ. വയലും അതിലുള്ളവയും ആഹ്ലാദിക്കട്ടെ. ആകാശം ആഹ്ലാദിക്കട്ടെ, ആകാശം ആഹ്ലാദിക്കട്ടെ, ഭൂമി ആനന്ദിക്കട്ടെ. ഭൂമി ആനന്ദിക്കട്ടെ. അപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ വനവൃക്ഷങ്ങൾ ആനന്ദഗീതം ഉതിർക്കും. എന്തെന്നാൽ അവിടുന്ന് വരുന്നു, അവിടുന്ന് ഭൂമിയെ വിധിക്കുവാൻ വരുന്നു. അവിടുന്ന് ലോകത്തെ നീതിയോടും ജനതകളെ സത്യത്തോടും കൂടെ വിധിക്കും. ആകാശം ആഹ്ലാദിക്കട്ടെ, ആകാശം ആഹ്ലാദിക്കട്ടെ, ഭൂമി ആനന്ദിക്കട്ടെ. ഭൂമി ആനന്ദിക്കട്ടെ. ഹല്ലേലൂയ. വചനമാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്: കർത്താവേ, അങ്ങേക്ക് മഹത്വം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടുകൂടെ ആയിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കുവാൻ ഇരുളിന് കഴിഞ്ഞില്ല. ദൈവം അയച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു, അവൻ്റെ പേര് യോഹന്നാൻ എന്നാണ്. അവൻ സാക്ഷ്യത്തിനായി വന്നു, വെളിച്ചത്തിന് സാക്ഷ്യം നൽകുവാൻ, അവൻ വഴി എല്ലാവരും വിശ്വസിക്കുവാൻ. അവൻ വെളിച്ചമായിരുന്നില്ല, വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ വന്നവനാണ്. എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു. അവൻ ലോകത്തിലായിരുന്നു, ലോകം അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു, എങ്കിലും ലോകം അവനെ അറിഞ്ഞില്ല. അവൻ സ്വജനത്തിൻ്റെ അടുത്തേക്ക് വന്നു, എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകുവാൻ അവൻ കഴിവ് നൽകി. അവൻ ജനിച്ചത് രക്തത്തിൽ നിന്നോ ശാരീരികാഭിലാഷത്തിൽ നിന്നോ പുരുഷന്റെ ഇച്ഛയിൽ നിന്നോ അല്ല, ദൈവത്തിൽ നിന്നത്രേ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു. കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൻ്റെ ഏകജാതൻ്റേതുമായ മഹത്വം. യോഹന്നാൻ അവന് സാക്ഷ്യം നൽകിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു:
ഇവനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ്, കാരണം എനിക്ക് മുമ്പ് തന്നെ അവനുണ്ടായിരുന്നു. അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാമെല്ലാം കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നിയമം മോശ വഴി നൽകപ്പെട്ടു, കൃപയും സത്യവുമാകട്ടെ യേശുക്രിസ്തു വഴി ഉണ്ടായി. ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. പിതാവുമായി ഗാഠബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. തിരുവചനം നമ്മുടെ പാപങ്ങൾ മായ്ച്ചു കളയട്ടെ. ആമേൻ. കാഴ്ചകളേകാൻ അൾത്താര മുന്നിൽ കാരുണ്യവാനേ ഞാൻ നിൽപ്പൂ. കാഴ്ചകളോടൊപ്പം മാമക ഹൃദയവും കർത്താവേ അങ്ങ് സ്വീകരിക്കൂ. കാഴ്ചകളേകാൻ അൾത്താര മുന്നിൽ കാരുണ്യവാനേ ഞാൻ നിൽപ്പൂ. കാഴ്ചകളോടൊപ്പം മാമക ഹൃദയവും കർത്താവേ അങ്ങ് സ്വീകരിക്കൂ. ആകുലമാകുമി മാനസം നാദാ, അൾത്താര മുന്നിൽ ഞാൻ ഏകിടുന്നു. ആകുലമാകുമിൻ മാനസം നാദാ, അൾത്താര മുന്നിൽ ഞാൻ ഏകിടുന്നു. ഇടറുന്ന വഴികളിൽ അനുദിനം നീങ്ങുന്ന എളിയവളിന്നെയും സ്വീകരിക്കൂ. ഇടറുന്ന വഴികളിൽ അനുദിനം നീങ്ങുന്ന എളിയവളിന്നെയും സ്വീകരിക്കൂ. കാഴ്ചകളേകാൻ അൾത്താര മുന്നിൽ കാരുണ്യവാനേ ഞാൻ നിൽപ്പൂ. കാഴ്ചകളോടൊപ്പം മാമക ഹൃദയവും കർത്താവേ അങ്ങ് സ്വീകരിക്കൂ. സഹോദരൻ, നമ്മുടെ ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങയുടെ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. യഥാർത്ഥ ആരാധനയുടെയും ശാന്തിയുടെയും ഉടവനായ ദൈവമേ, ഈ കാഴ്ചദ്രവ്യം വഴി അങ്ങേ മഹിമ അർഹമാവിധം ഞങ്ങൾ ആദരിക്കാനും ദിവരഹസ്യങ്ങളുടെ ഭാഗഭാഗിത്വം വഴി സർവാത്മന വിശ്വസ്തയോടെ ഐക്യപ്പെടാനും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. ഉചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. ഈ സംഭൂജ്യമായ രഹസ്യത്തിൻ്റെ തിരുനാളിൽ അവിടുന്ന് തൻ്റെ ദിവ്യപ്രകൃതിയിൽ അദൃശ്യനാണെങ്കിലും ഞങ്ങളുടെ മനുഷ്യപ്രകൃതിയിൽ ദൃശ്യരൂപത്തിൽ പ്രത്യക്ഷനായി, കാലങ്ങൾക്ക് മുൻപേ ജാതനാണെങ്കിലും കാലത്തിലായിരിക്കുവാൻ തുടങ്ങി. അങ്ങനെ ചിതറിക്കപ്പെട്ടതെല്ലാം തന്നിൽ ശേഖരിച്ചുകൊണ്ട് സകലതും സമഗ്രമായി സമദ്ധരിക്കുകയും വഴിതെറ്റിയ മനുഷ്യനെ സ്വർഗരാജ്യത്തിലേക്ക് തിരികെ വിളിക്കുകയും ചെയ്തു. ആകയാൽ ഞങ്ങളും ആഹ്ലാദപൂർവകമായ ആഘോഷത്തോടെ പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിൻ്റെ ഗീതം ഞങ്ങളും ആലപിക്കുന്നു. പരിശുദ്ധൻ
പരിശുദ്ധിൻ പരിശുദ്ധിൻ സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധിൻ ദൈവം പരിശുദ്ധിൻ നിരുപമമങ്ങി മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ. നമ്മുടെ വിശ്വാസത്തിൻ്റെ രഹസ്യം. ഞങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവെ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഈർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജെയിംസ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യമുള്ള യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി
ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിലെല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് സ്വർഗസ്ഥനായ പിതാവിനോട് പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിന്നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോ, നിന്നുള്ളം പാരിലുമായിടേണം. അന്നോ വേണ്ടുന്നു ഒരാഹാരമിന്ന് ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർതൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്ക. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ജനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിലും ഞങ്ങൾ സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല, പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം ദീർഘം പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുരുളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. നമ്മുടെ കർത്താവായ ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ദിവകുഞ്ഞാടിൻ്റെ വിരുദ്ധനായി ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. കർത്താവിൻ്റെ തിരുശരീരവും തിരുരക്തവും നമ്മെ നിത്യജീവിതത്തിനായി സംരക്ഷിക്കട്ടെ.
മറക്കരുതേ, തള്ളരുതേ, കർത്താവേകിയ ദാനങ്ങൾ. മറക്കരുതേ, തള്ളരുതേ, കർത്താവേകിയ ദാനങ്ങൾ. കനിവോടേകിയ ദാനങ്ങൾ, സ്നേഹമോടേകിയ ദാനങ്ങൾ. കനിവോടേകിയ ദാനങ്ങൾ, സ്നേഹമോടേകിയ ദാനങ്ങൾ. മറക്കരുതേ, തള്ളരുതേ, കർത്താവേകിയ ദാനങ്ങൾ. നാളുകൾക്കു മുൻപേ പിഞ്ചു കുഞ്ഞായി ഈ ഭൂവിൽ വന്നു പിറന്നു നീ. നാളുകൾക്കു മുൻപേ പിഞ്ചു കുഞ്ഞായി ഈ ഭൂവിൽ വന്നു പിറന്നു നീ. കരയുവാൻ മാത്രം അറിയുന്ന നീ, നിസ്സഹായനായി കരഞ്ഞു നീ. കരയുവാൻ മാത്രം അറിയുന്ന നീ, നിസ്സഹായനായി കരഞ്ഞു നീ. നിരാശ്രയനായി കരഞ്ഞു നീ. മറക്കരുതേ, തള്ളരുതേ, കർത്താവേകിയ ദാനങ്ങൾ. കനിവോടേകിയ ദാനങ്ങൾ, സ്നേഹമോടേകിയ ദാനങ്ങൾ. കനിവോടേകിയ ദാനങ്ങൾ, സ്നേഹമോടേകിയ ദാനങ്ങൾ. മറക്കരുതേ, തള്ളരുതേ, കർത്താവേകിയ ദാനങ്ങൾ. ആയുസ്സു നൽകി ജീവനുമേകി, ആരോഗ്യമേകി സൗഖ്യവുമേകി. ആയുസ്സു നൽകി ജീവനുമേകി, ആരോഗ്യമേകി സൗഖ്യവുമേകി. അധ്വാനിച്ചപ്പോൾ ഫലവുമേകി, നിന്നെ വളർത്തി യേശുനാഥൻ. അധ്വാനിച്ചപ്പോൾ ഫലവുമേകി, നിന്നെ വളർത്തി യേശുനാഥൻ. നിന്നെ വളർത്തി യേശുനാഥൻ. മറക്കരുതേ, തള്ളരുതേ, കർത്താവേകിയ ദാനങ്ങൾ. കനിവോടേകിയ ദാനങ്ങൾ, സ്നേഹമോടേകിയ ദാനങ്ങൾ. കനിവോടേകിയ ദാനങ്ങൾ, സ്നേഹമോടേകിയ ദാനങ്ങൾ. മറക്കരുതേ, തള്ളരുതേ,
നൽകിയ ദാനങ്ങൾ. നാളുകൾക്കു മുൻപേ പിഞ്ചു കുഞ്ഞായി ഈ ഭൂവിൽ വന്നു പിറന്നു നീ. നാളുകൾക്കു മുൻപേ പിഞ്ചു കുഞ്ഞായി ഈ ഭൂവിൽ വന്നു പിറന്നു നീ. വൈകുന്നേരം 10:30 നമ്മൾ പരിശുദ്ധ കുർബാനയുടെ ആരാധന തുടങ്ങുക. ആരാധന തീർന്നു കഴിഞ്ഞ് നമ്മൾ വിശുദ്ധ ബലി അർപ്പിക്കുന്നു. 12:00 തിരുക്കർമ്മമെല്ലാം സമാപിക്കും. അപ്പം നാളെ രാവിലെയുള്ള കുർബാന 6:30 മണിക്ക് തന്നെ ആയിരിക്കും. കുർബാനയ്ക്ക് മുൻപായി ആദ്യ കുർബാന സ്വീകരിച്ചു കഴിഞ്ഞ കുട്ടികളിൽ അൾത്താര ശുശ്രൂഷകരാകുവാൻ താല്പര്യമുള്ള ആൺകുട്ടികളെയും പെൺകുട്ടികളെയും പ്രത്യേകമായി പ്രാർത്ഥന ചൊല്ലി അവരെ അൾത്താര ഡ്രസ്സൊക്കെ ഇടിച്ച് ഇനീഷ്യേഷൻ സെറമണി ആയിരിക്കും. അൾത്താര കുട്ടികളാകാൻ താല്പര്യമുള്ളവർ കുർബാന കഴിഞ്ഞ് പേര് കൊടുക്കുകയും നാളെ രാവിലെ അൾത്താര കുട്ടികൾ ആൺകുട്ടികളെ മാത്രമല്ല പെൺകുട്ടികൾക്കും ശുശ്രൂഷിക്കാവുന്നതാണ്. ആൺകുട്ടികളുടെ മാത്രം. ആൺകുട്ടികൾ ചിലപ്പോൾ വരാതിരിക്കുമ്പോഴും ഉഴപ്പുമ്പോഴുമൊക്കെ പെൺകുട്ടികൾ ഭംഗിയായി ശുശ്രൂഷിക്കുമ്പോൾ ഇവന്മാർക്ക് വരാതിരിക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് പെൺകുട്ടികളെയും നമ്മൾ അപ്പോൾ അവരുടെ ഡ്രസ്സുകളൊക്കെ ഞങ്ങൾക്ക് സ്പോൺസർ ചെയ്യാവുന്നതാണ്. പെൺകുട്ടികൾക്ക് പ്രത്യേക ഒരു ഡ്രസ് കോഡാണ് നമ്മൾ തയ്പ്പിക്കുക. അപ്പോൾ പാരൻസിനൊക്കെ ഒരു ഡ്രസ്സ് സ്പോൺസർ ചെയ്യാമെങ്കിൽ നല്ലതായിരിക്കും. ഇപ്പം നമ്മൾ അത് പ്രത്യേകം പെൺകുട്ടികൾക്ക് ആൺകുട്ടികളുടെ ഡ്രസ്സല്ല, വേറൊരു ഡ്രസ്സാണ് അവർക്ക് കൊടുക്കുക പ്രത്യേകമായിട്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ നാളെ രാവിലെ ആയിരിക്കും അപ്പോൾ പേര് കൊടുക്കാവുന്നതാണ് കപ്പയാരുടെ കയ്യിൽ. കുർബാനയ്ക്ക് മുമ്പായിട്ട് അവരെ പ്രത്യേകം നമ്മൾ ഡ്രസ്സൊക്കെ ഇടിച്ച് പുതിയ ഡ്രസ്സ് പിന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇപ്പോഴുള്ള ഡ്രസ്സ് ഇട്ടിട്ട് അവരെ പ്രത്യേകം പ്രാർത്ഥിച്ച് ഈശോയ്ക്ക് സമർപ്പിച്ചാണ് അവർ അൾത്താരയിലേക്ക് സ്വീകരിക്കാനുള്ള ഒരു ചടങ്ങ് വച്ചിരിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, വിവിധ മാർഗങ്ങളിലൂടെ പരിപാലിപ്പിക്കപ്പെടുന്ന അങ്ങേ ജനം ഇപ്പോഴും വരും കാലത്തും അങ്ങേ കാരുണ്യത്തിൻ്റെ സൗഖ്യം അനുഭവിക്കുമാറാകട്ടെ. അങ്ങനെ കടന്നു പോകുന്ന വസ്തുക്കളുടെ അനിവാര്യമായ സമാശ്വാസത്താൽ ശക്തിപ്പെട്ട് ശാശ്വതമായവയ്ക്ക് വേണ്ടി കൂടുതൽ വിശ്വസ്തയോടെ പരിശ്രമിക്കുവാൻ ഇടവരുത്തണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ ആത്മാവോടുകൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ സമാധാനത്തിൽ പോവുക. ദിവ്യബലി സമാപിച്ചു. ദൈവത്തിന് നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇത്രയും ദയുള്ള മാതാവേ, നിന്റെ സന്നിധിയിലൂടെ വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം ഉപേക്ഷിച്ചവരെ ഗുരുവിനെങ്കിലും ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. കന്യകയായ കന്യകേ, ദൈവമുള്ള മാതാവേ, ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപാദത്തിങ്കിൽ ഞാൻ അണയുന്നു. നെടുവീർപ്പിട്ട് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു. വചനത്തിൻ മാതാവേ, നിന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടറിയണമേ. ആമേൻ. സമാധാനത്തിന്റെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുട്ടികളെ പോകരുത് കേട്ടാ കഴിയുമ്പോൾ